ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ല തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഒരു 5 പീസായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു 3 എടുക്കുന്നത്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് വലിയുള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നന്നായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ എന്ത് ചെയ്യണം, പച്ചമുളകും പാടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതും ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ചു. എന്നതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ എന്ത് വെച്ചാൽ ഈ വലിയ ഉള്ളിയും തക്കാളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് നമ്മളെന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും അതിൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ ചിക്കൻ മസാല, തൈര്, നാരങ്ങ നീര് ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സിയിലെടുക്കുക. അതിനുശേഷം നമ്മളത് 1 മണിക്കൂർ അടച്ചു. നമ്മൾ ഇവിടെ റൈസ് എടുത്തിരിക്കുന്നത് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ഒരു അളവിനെടുത്തതിന് ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഒരു അരമണിക്കൂറോളം വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്ത് റെഡി ആകുന്ന സമയത്ത് നമുക്ക് അതേപോലെ തന്നെ മുന്തിരിയും എന്ത് ചെയ്യുക, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളി നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് മസാലയിലേക്കും ആവശ്യമാണ്, നമുക്കതുപോലെ തന്നെ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലിടാൻ ആവശ്യമാണ് കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, കറാമ്പ്, ബേ ലീഫ്, ഏലക്കായ ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വഴറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് അരിയുടെ പാകത്തിനുള്ള അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറുതായി മുറിച്ച് ഒരു ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് വെള്ളം തിളക്കുന്നവർ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരമണിക്കൂറോളം റെസ്റ്റിന് വെച്ചിരുന്ന അരി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അരി വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തീ ഒന്ന് കമ്മിയാക്കിയ ശേഷം അടച്ച് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അത്യാവശ്യം അരിയൊക്കെ വെന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെ കൂടെ കുറച്ച് നെയ്യൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് സെറ്റാക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് അടുപ്പത്തേക്ക് വെച്ച് അത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇതാക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ഉള്ളി അതിലേക്ക് ആയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡിയായി. ഇനി നമുക്ക് ചോറും മസാലയും കൂടി മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ മസാലയിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ ഉള്ളി എന്ത് ചെയ്യണം, അതിന് മുകളിലൂടെ ആഡ് ചെയ്ത് കുറച്ച് നെയ്യ് കൂടെ മേലെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ മുകളിലുള്ള ഉള്ളിയും അതെല്ലാം മാറ്റിയ ശേഷം റൈസ് വേറൊരു പാത്രത്തിലേക്കും അതിൻ്റെ മസാല വേറൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ വിളമ്പുക. എന്നിട്ട് രണ്ടും പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വിളമ്പി കഴിഞ്ഞാൽ തൈരും അച്ചാറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം.